എം ലിജുവിന്റെ പ്രതികരണമാണ് വരുന്നത്. എം ലിജു ഈ കോൺഗ്രസ് മന്ത്രിമാരിൽ ഒരു മന്ത്രി പദവി ഔദ്യോഗികമായ ഒരു അറിയിപ്പുണ്ടായിട്ടില്ല. പക്ഷേ രാജ്ഭവനിൽ നിന്നും ഫോൺ നമ്പറൊക്കെ വെരിഫൈ ചെയ്യാനുള്ള ഒരു കോൾ ഉണ്ടായി. ഗവർണർക്ക് പിന്നീട് സംസാരിക്കാൻ വേണ്ടിയാണ് എന്നാണ് പറഞ്ഞത്. പാർട്ടിയിൽ നിന്നും പിന്നെ അനൗദ്യോഗികമായ ചില കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായെങ്കിലും അന്തിമമായ ഒരു അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല. സന്തോഷകരമാണ്. പ്രത്യേകിച്ച് ഞാൻ വളരെ ചെറുപ്പം മുതൽ തന്നെ കണ്ടുവരുന്ന നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല. അപ്പോൾ അദ്ദേഹം ഇവിടെ നിന്നാണ്, ഹരിപ്പാട് നിന്നാണ് മുൻകാലങ്ങളിലും 1982 ജയിച്ചപ്പോഴും ഗ്രാമവികസന മന്ത്രിയായിട്ടാണ് അദ്ദേഹം വന്നത്. ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പം ക്യാബിനറ്റിൽ ഇരിക്കാൻ ഒരു അവസരം ലഭിച്ചാൽ അത് സന്തോഷകരമാണ്. പ്രത്യേകിച്ച് എൻ്റെ സഹപ്രവർത്തകരായിരുന്ന വിദ്യാർത്ഥി യുവന കാലഘട്ടങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിച്ച നിരവധി ആളുകളുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സന്തോഷകരമായ കാര്യമാണ്. ജനപ്രതിനിധിയായത് വളരെയധികം ഒരു സന്തോഷം നൽകിയ ഒരു മുഹൂർത്തമാണ്. എനിക്ക് 3 തവണ മുമ്പ് അവസരം ലഭിച്ചെങ്കിലും അന്ന് വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി കായംകുളത്ത് മത്സരിക്കാൻ അവസരം ലഭിച്ചപ്പോൾ കായംകുളം ജനതയുടെ വലിയൊരു അംഗീകാരമുണ്ടായി. ജനപ്രതിനിധി ആയത് തന്നെ, ഇപ്പോൾ കേരള നിയമസഭാംഗമായത് തന്നെ ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. അപ്പോൾ അതോടൊപ്പം മന്ത്രിസഭയിൽ കൂടി അവസരം ലഭിച്ചാൽ അത് കേരള സമൂഹത്തിൽ ഭാവി കേരളത്തെ ഒരു സൃഷ്ടിക്കാനുള്ള UDFന്റെ ഒരു യാത്രയിൽ പങ്കാളിയാകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സന്തോഷവും അഭിമാനവും പകരുന്ന ഒന്നാണ്. ജനങ്ങൾക്ക് മുമ്പാകെ വെക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് നമുക്ക് ഒരു രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ജനപ്രതിനിധി എന്ന നിലയിലും അതോടൊപ്പം തന്നെ ഒരു മന്ത്രിസഭാംഗമാകാൻ അവസരം ലഭിച്ചാൽ അങ്ങനെ തരത്തിലും. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തീർച്ചയായിട്ടും എൻ്റെ ഉത്തരവാദിത്തം കായംകുളം നിയമസഭാ മണ്ഡലത്തോട് പരിപൂർണമായി നിറവേറ്റണമെന്നുള്ളതാണ് എൻ്റെ താല്പര്യം. കായംകുളത്തെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ, ഒരു ഭാവിയിൽ ഒരു നിയോജക മണ്ഡലത്തിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.